രാജീവ് ചന്ദ്രശേഖറിന്റെ ആദ്യ പരീക്ഷണം തിരുവനന്തപുരം നഗരസഭ, അതിൽ വലിയ വിജയം. അടുത്തത് നിയമസഭ, അതിലെങ്ങനെയായിരിക്കും രാജീവിന്റെ പ്രകടനം? രാജീവിൻ്റെ ആദ്യ പരീക്ഷണമല്ല, രാജീവിൻ്റെ രണ്ടാം പരീക്ഷണം വൻ വിജയമായിരുന്നു എന്നുള്ളതാണ്. ആദ്യത്തെ പരീക്ഷണം ചുമതല ഏറ്റെടുത്ത ശേഷം, അതെ, പ്രസിഡന്റ് ചുമതല ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ നിയോഗം അദ്ദേഹം പാർട്ടിയുടെ ഏതാണ്ട് താഴെത്തട്ടിലുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാക്കുന്നതിനും താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ എങ്ങനെയാണ് പാർട്ടി പ്രവർത്തനം എന്ന് പഠിപ്പിക്കുന്നതിനും അദ്ദേഹം മെനക്കെട്ടു. ആ മെനക്കെട്ടതിന് ഫലമുണ്ടായി. അവരോട് പറഞ്ഞു കൊടുത്തു, ഇന്നലെ വരെ കേരളത്തിൽ കേട്ടിരുന്നതിന് വിപരീതമായൊരു മുദ്രാവാക്യം നമ്മൾ ജനങ്ങൾക്ക് മുമ്പിൽ വെക്കണം. അത് വികസനമായിരിക്കണം, അല്ലാതെ ഇൻക്വിലാബ് സിന്ദാബാദ് എന്നും കല്ലെറിയലും പൊതുമുതൽ നശിപ്പിക്കലും ആവരുത്. അതല്ലാത്തൊരു മുദ്രാവാക്യവുമായി നിങ്ങൾ മുന്നോട്ട് വരണം. ആ മുദ്രാവാക്യം വികസിത കേരളമായിരിക്കണം, വികസിത തിരുവനന്തപുരമായിരിക്കണം, വികസിത പന്തളമായിരിക്കണം, വികസിത പാലക്കാടായിരിക്കണം, വികസിത കാസർഗോഡായിരിക്കണം, വികസിത കൊടുങ്ങല്ലൂരായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ മണ്ഡലവും ഓരോ ഗ്രാമസഭയും ഓരോ നഗരസഭയും അവർ മുന്നോട്ട് വന്നതിൻ്റെ ഒരു വിജയമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ വിജയം. അതിൽ തിരുവനന്തപുരത്താണ് വലിയ വിജയം ഉണ്ടായതെങ്കിലും ബാക്കിയുള്ളിടത്തുണ്ടായ തിരുവനന്തപുരമാണ് രാജീവ് നേരിട്ട് നോക്കിയ ഇടം. അത് മാത്രമല്ല, തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണു പതിയാത്ത ഒരു വിഷയങ്ങളില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത് നിസ്സംശയം പറയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ 50 അല്ലാതെ 55 സീറ്റെങ്കിലും കിട്ടേണ്ടതാണ്. ഇവിടെ ചെറിയ തോതിൽ മുസ്ലിം വോട്ടുകൾ ചില സന്ദർഭങ്ങൾക്കനുസരിച്ച് രാജീവിനെ പാർലമെൻറ്റിൽ പരാജയപ്പെടുത്തിയതുപോലെ തന്നെ ചില NDA സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താനായിട്ട് സമയത്ത് മാറിക്കളിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ 55-നോ 60-നോ കിട്ടാനുള്ള ഒരു ഒഴുക്കാണ് ഇവിടെ ഉണ്ടായിരുന്നത്. കാരണം തിരുവനന്തപുരത്തെ ജനതയുടെ ഒരു ഒടുങ്ങാത്ത അഭിവാഞ്ച അവർ പോളിംഗ് ബൂത്തിൽ പോയി കാണിച്ചതിൻ്റെ പ്രതിഫലനമാണ് 50 താമരകൾ ഒന്നിച്ച് തിരുവനന്തപുരത്ത് വിരിഞ്ഞു. അദ്ദേഹം ഇത് തുടരുമോ? അദ്ദേഹത്തിൻ്റെ ഈ വിജയം തീർച്ചയായിട്ടും തുടരും. കാരണം ഈ മാതൃക കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഒരു പരിധി വരെ ഏറ്റെടുത്തിരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം UDFൻ്റെ സ്ഥാനാർത്ഥി നിർണയം നോക്കിയാൽ അറിയാം, അവർ വെച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ മികവ് നോക്കിയാൽ അറിയാം. അതൊക്കെ NDAയിൽ നിന്ന് പഠിച്ച, ചന്ദ്രശേഖർ കൊണ്ടുവന്ന സ്ഥാനാർത്ഥികളിൽ നിന്ന് പഠിച്ച് അവർ നടത്തിയ ചില മികവുകളാണ്. അതുപോലെ തന്നെ UDF വെച്ചിരിക്കുന്ന പല അവരുടെ മാനിഫെസ്റ്റോ, വികസന അജണ്ട അവർ മുന്നോട്ട് വെച്ചു. അതെല്ലാം അത്തരത്തിലുള്ളത് തന്നെയാണ്. അത് ഇനിയും തുടർന്ന് പോകാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. അത് NDAയിൽ മാത്രമല്ല, മറ്റ് മുന്നണികളിലേക്കും കൂടെ ഇത് ഒരു പകർച്ചവ്യാധിയായി വന്ന് കേരളം ഒരുപക്ഷെ രക്ഷപ്പെടാനും കൂടെയുള്ളൊരു ഘടകമായി മാറിയേക്കാം. എല്ലാ കാലത്തും വലിയ തർക്കങ്ങളുള്ള പാർട്ടിയാണ് BJP. മുരളീധരന് സാധിക്കാത്തത്, K സുരേന്ദ്രന് സാധിക്കാത്തത് രാജീവ് ചന്ദ്രശേഖറിന് സാധിച്ചു. ഇത് എങ്ങനെയായിരിക്കും? BJPയുടെ ആഭ്യന്തര പ്രശ്നമായി മാറുമോ? ഇല്ല, അത് ആഭ്യന്തര പ്രശ്നമായി മാറേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഇപ്പം പല പ്രാവശ്യം ഒരു മല കയറുമ്പോൾ അതിൽ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മൾ മലയുടെ മുകളിലെത്തിയില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പല സ്റ്റെപ്പുകൾ വെച്ച് മുന്നോട്ട് പോയി. അത് മുരളീധരനാവട്ടെ, അതിനുശേഷം ശ്രീ സുരേന്ദ്രനാവട്ടെ, ഓരോരുത്തരായി ഓരോ പടി മുന്നോട്ട് കയറി അവസാനത്തെ ഒരു ലാപ്പ് എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ലാപ്പാണ്. ആ ലാപ്പ് കറക്റ്റായിട്ട് കയറാൻ രാജീവ് ചന്ദ്രശേഖറിൻ്റെ മാനേജ്മെൻറ്റ് ടാക്ടിക്സിന് കഴിഞ്ഞു. അതിന് അദ്ദേഹം മാത്രമല്ല കയറിയത്, അദ്ദേഹം 50ഓളം സ്ഥാനാർത്ഥികളെയും വിജയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കയറി എന്നുള്ളതാണ് തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകത. തിരുവനന്തപുരത്ത് മാത്രമല്ല, ഏതാണ്ട് മിക്ക ജില്ലകളിലും വളരെ സുപ്രധാനമായ സ്ഥാനങ്ങളിൽ അവരെത്തിയിട്ടുണ്ട്. ഏതാണ്ട് 68 69 സ്ഥലങ്ങളിൽ ടൈ ആയിട്ട് നിൽപ്പുണ്ട്. അവിടെയൊക്കെ ഇനി BJP വളരെ നിർണായകമാകാൻ പോവുകയാണ്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് നിയമത്തെ അക്കൗണ്ട് പൂട്ടിച്ചപ്പോൾ ഇപ്പോൾ BJP തിരിച്ചു പൂട്ടിയിരിക്കുന്നത് കോർപ്പറേഷന്റെ അക്കൗണ്ടാണ്. അതെ, ഇനി വീണ്ടും BJP നിയമസഭയിൽ അക്കൗണ്ട് തുറക്കുമോ? നിയമസഭയിൽ ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ചിട്ടാണെങ്കിൽ 4 താമര വിരിയിക്കാനുള്ള സ്ട്രെങ്ത് ഇപ്പം തന്നെ ഉണ്ടെന്ന് നേരെ ചൊവ്വേ കണ്ണു വച്ചാൽ 3 ഉറപ്പ്, 4 താമര തിരുവനന്തപുരത്ത് നിന്ന് തന്നെ അസംബ്ലിയിലേക്ക് എത്താനുള്ള സാഹചര്യം ഇവിടെ നിലവിലുണ്ട്. അത് രാജീവ് ചന്ദ്രശേഖറും അതുപോലെ ഇവിടെ നിൽക്കുന്ന മറ്റ് സ്ഥാനാർത്ഥികളും കൂടെ ഒത്തുപിടിച്ചാൽ 4 താമര തിരുവനന്തപുരത്ത് നിന്ന് നിയമസഭയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഇനി വളരെ മാസങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക്
വലിയ അന്തർധാരകളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ആ മുന്നേറ്റം നടക്കാൻ സാധ്യതയുണ്ട്. മറ്റേതെല്ലാം ജില്ലകൾ പ്രതീക്ഷിക്കാം രാജീവിന്? തീർച്ചയായിട്ടും ഇപ്പോൾ നേട്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന, അധികാര സ്ഥാനം പിടിച്ചില്ലെന്നേ ഉള്ളൂ, പലയിടത്തും വോട്ടിൻ്റെ പെർസെൻറ്റേജ് വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പോൾ കൊല്ലത്ത് നിങ്ങൾ നോക്കുക, കൊല്ലത്തൊരു മുഖ്യ പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനത്തേക്കാണ് ഇപ്പോൾ കൊല്ലം നഗരസഭയിൽ പോകുന്നത്. നഗരസഭയിൽ മുമ്പ് എന്തായിരുന്നു അവസ്ഥ? ഇപ്പോൾ അവിടെ കൊല്ലം ഇളക്കി മറിക്കുന്ന ഒരു പ്രകടനമല്ലേ കാണിച്ചിരിക്കുന്നത്. അതുപോലെ ആലപ്പുഴയിലും പലയിടത്തും മോശമില്ലാത്ത പ്രകടനമാണ് കാണിച്ചിരിക്കുന്നത്. പത്തനംതിട്ടയിൽ അതുപോലെ ചെങ്ങന്നൂർ, ഇങ്ങനെ ഓരോ സ്ഥലങ്ങളും നമ്മൾ പ്രത്യേകമായിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇത്രയും ഉള്ളതുകൊണ്ട് ഓടിച്ചൊന്നും നോക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. ആ ഓരോന്നും നമ്മൾ കുറച്ചുകൂടെ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇത് കാസർഗോഡ് വരെ ഇന്നലത്തേക്കാൾ വലിയ ഒരു മുന്നേറ്റം. ഇന്നലെ ഒരു സ്റ്റെപ്പാണ് വെച്ചതെങ്കിൽ ഇന്ന് അവർ 3 സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. ഇത് വലിയ മാറ്റം തന്നെയാണ്. പക്ഷേ ഈ തൃശ്ശൂർ പരിശോധിക്കുമ്പോൾ, മുഴുവനായി നോക്കുമ്പോൾ, സാറ് സൂചിപ്പിച്ച പോലെ തിരുവനന്തപുരം, കൊല്ലം, കാസർഗോഡ്, കോഴിക്കോട് അടക്കം എല്ലാ ജില്ലകളിലും മുന്നേറ്റം ഉണ്ടാകുമ്പോൾ അവരുടെ MP ഉള്ള, കേന്ദ്രമന്ത്രിയുള്ള ഇടമായ കോട്ടയത്ത് പോലും വലിയ മുന്നേറ്റം, തൃശ്ശൂരിൽ വലിയ തിരിച്ചടി. അത് അവിടെ എന്ത് സംഭവിച്ചു? അത് ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ നിങ്ങളോട് പറഞ്ഞല്ലോ. തിരുവനന്തപുരത്ത് നേമത്തെ സീറ്റ് കിട്ടിയപ്പോൾ ജനം പ്രതീക്ഷിച്ചത് എന്താണ്? നേമത്ത് കേന്ദ്രത്തിൻ്റെതായ ഫണ്ടും മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ട് നേമം ഒരു വലിയ വികസിത നിയമമാകും എന്നാണ് ആളുകൾ പ്രതീക്ഷിച്ചത്. ആ പ്രതീക്ഷ പൂർണ്ണമായും നിലനിർത്താൻ പ്രായാധിക്യം കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും ശ്രീ ഒ രാജഗോപാലിന് കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതൃത്വത്തിന് കഴിഞ്ഞില്ല. കേന്ദ്ര നേതൃത്വം അതിൽ വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് സംശയമാണ്. അതുകൊണ്ട് തന്നെ നേമത്ത് രണ്ടാമതൊരു താമര കണ്ടിന്യൂസ് ആയിട്ട് വിരിയിക്കാൻ കഴിഞ്ഞില്ല. അവിടെ ശിവൻകുട്ടി എന്ന കടുത്ത ഒരു സ്ഥാനാർത്ഥി വരികയും അതുപോലെ തന്നെ ഒരു പ്രഗത്ഭനായ സ്ഥാനാർത്ഥി കെ മുരളീധരൻ വരികയും ചെയ്തപ്പോൾ അവിടെ ചില NDA വോട്ടുകൾ കൂടി പലയിടത്തേക്കും മാറിമറിഞ്ഞു പോയത് കൊണ്ട് അവിടെ വിജയമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇതേ പ്രശ്നം തൃശ്ശൂരുമുണ്ട്. തൃശ്ശൂർ വളരെ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തത്. ആ പ്രതീക്ഷ പൂർണ്ണമായും ഫലപ്രദമായി വരുന്നതിന് സാഹചര്യം ഒരുങ്ങിയില്ല എന്നവർക്ക് തോന്നുന്ന വിധത്തിലുള്ള പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിലും പ്രത്യേകിച്ച് മെയിൻ ചാനലുകളിലും ഉണ്ടായി. പലപ്പോഴും ശ്രീ സുരേഷ് ഗോപിയെ നല്ല ഒന്നാന്തരം ഒരു കോമാളിയായി ചിത്രീകരിക്കുന്നതിനോ ഒരു ഭീകരനായി ചിത്രീകരിക്കുന്നതിനോ ഒക്കെ ഉള്ള സന്ദർഭങ്ങൾ ഓരോ ചാനലുകളും ഓരോ സോഷ്യൽ മീഡിയ ചില ഗൂഢസംഘങ്ങളും ഒക്കെ ചേർന്ന് നടത്തുകയുണ്ടായി. ഇത് നടത്തുമ്പോൾ മറ്റു പല ഇത് എല്ലാ കേരളത്തിലെ NDA നേതാക്കൾക്കും BJP നേതാക്കൾക്കും ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അവർ കുറച്ചുകൂടെ ഒന്ന് മാറി നിൽക്കും. ഇദ്ദേഹം അങ്ങനെയല്ല, എന്നാ നീ നോക്കിക്കോടാ എന്ന് പറഞ്ഞ് മുന്നോട്ട് കയ്യൂക്കോടുകൂടി ഭരചന്ദ്രൻ മോഡലിൽ ചാടി വരുന്ന ഒരു സമ്പ്രദായം കൂടെ ഉള്ളതുകൊണ്ട് അവർക്ക് അദ്ദേഹത്തിനെ കൂടുതൽ കോർണറൈസ് ചെയ്യാനായിട്ട് എളുപ്പമായി. കൂടുതൽ അദ്ദേഹത്തിനെ ബ്ലാക്ക് പെയിൻറ് അടിക്കാനായിട്ടും ഇടവന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തനങ്ങൾ അവിടെ എഫക്റ്റീവായിട്ടില്ല എന്നുള്ളത് ഒരു ഘടകമാണ്. പിന്നെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു മാനേജ്മെൻറ്റ് ടാക്ടിക്സ്, കോർഡിനേഷൻ ഒന്നും തൃശ്ശൂർ ഉണ്ടായിട്ടില്ല. തിരുവനന്തപുരത്ത് വളരെ ഏതാണ്ട് ബീഹാറിലൊക്കെ നടക്കുന്നത് നമ്മൾ പറയില്ലേ, അതുപോലത്തെ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള, അത്ര ഭയങ്കരമല്ലെങ്കിൽ പോലും കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രവർത്തനം നടന്നിട്ടുണ്ട്. മുകളിൽ തട്ടിൽ, താഴെത്തട്ടിൽ RSSൻ്റെ പ്രവർത്തനം വളരെ എണ്ണയിട്ട യന്ത്രം പോലുള്ള പ്രവർത്തനമാണ് വാർഡുകളിൽ ഉൾപ്പെടെ നടന്നിട്ടുള്ളത്. പിന്നെ പൊതുവിൽ കേരളത്തിൽ തിരുവനന്തപുരത്തെ ജനതയ്ക്ക് ശ്രീ രാജീവ് ചന്ദ്രശേഖർ തോറ്റതിൽ ഒരു വിഷമം ഉണ്ടായിരുന്നു. ആ വിഷമം കൂടെയാണ് ഇന്ന് ഡബിൾ ശക്തിയിൽ വന്ന് വോട്ട് ചെയ്തിട്ട് പോയത്. അതിൻ്റെ ഒരു മേന്മയും കൂടെ ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.